തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇമാരത്ത് പറഞ്ഞിടാ ഇങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, അപ്പം അമ്മ നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റിയിലൂടെ ഇറക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെറൈറ്റി ഇറക്കി അത്യാവശ്യം ഒരു ടിക്ടോക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സ് വന്നു. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഇട്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് ടിക്ടോക്കിൽ ആഡ് ചെയ്ത് അപ്പം ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ഫോളോവേഴ്സ് ഇങ്ങനെ വന്ന്. അപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നപ്പോൾ നമ്മളെന്താ ഓക്കെ ഇട്ട് കൊടുക്കുന്നു, വീഡിയോ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് കണിമംഗലം കോവിലകം എന്ന സീരീസിൽ രാജേഷ് മോഹൻ ഡയറക്റ്റ് ചെയ്ത് ടോണി ജോസ്കോയും രാജേഷ് മോഹനും പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ സീരീസിനകത്ത് തന്നെ വിളിക്കുന്നത്. അപ്പം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് രാജേഷനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ട് മോനെ, സീരീസ് ഉണ്ട്, വരാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ചേട്ടാ വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അന്ന് തുടങ്ങി കണിമംഗലമാണ്. കണിമംഗലം തുടങ്ങി കഴിഞ്ഞ് ജസ്റ്റ് അവിടെ അവർ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചക്കപ്പുരത്തിൽ നിന്ന് വിളിക്കുന്നത്. അത് രാജേഷ് എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ വിളിച്ചു. അവിടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാർ എന്നെ ഓഡിഷൻ ചെയ്തു, സെലക്ട് ചെയ്തു. അതിലും അപ്പോൾ 2 പ്രോഗ്രസ് ഇങ്ങനെ ഇതിലായിട്ട് പെട്ടെന്ന്. അതായത് ഞാൻ ഗൾഫിലൊക്കെ പോകാൻ നിൽക്കുക, വേറെ നിവൃത്തിയുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി നിന്ന സമയത്താണ് ഇത് 2 വിളി വരുന്നത്. അപ്പൊ എന്തായാലും പൊക്കളയാന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അതിന് മുമ്പിട്ടേ തല്ലുംപൊടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തായിരുന്നു.